ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെയായിരുന്നല്ലേ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയായിരുന്നു, ഭയങ്കര ഡൾ ഫേസ് ആയിരുന്നു, ടാൻഡ് സ്കിന്നായിരുന്നു എൻ്റേതുണ്ടായി. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ സ്കിന്ന് നല്ല പോലെ ഗ്ലോ ചെയ്തു. എൻ്റെ ഫേസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിക്കുള്ള ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൈ ആയാലും എൻ്റെ ഫേസ് ആയാലും എൻ്റെ നെക്ക് ആയാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. യാതൊരു തരത്തിലുള്ള മേക്കപ്പോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചിലവർ പറയും ചിലപ്പോൾ ക്യാമറ ക്വാളിറ്റി ആയിരിക്കാം, മേക്കപ്പ് ആയിരിക്കാം, ഒന്നുമല്ല, നല്ല രീതിക്ക് എൻ്റെ ഫേസ് മാറ്റം വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രോപ്പറായ സ്കിൻ കെയർ റുട്ടീന് ഫോളോ ചെയ്യാം, ഹാർഷായ കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക, ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, നല്ലൊരു ക്രീം അവർ സജസ്റ്റ് ചെയ്യും, അത് തന്നെ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ മതി. ഞാൻ രാത്രി മോയ്സ്ചറൈസറും ഫേസ് വാഷും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. രാവിലെ ഞാൻ യാതൊരു വിധ സ്കിൻ കെയറും ചെയ്യാറില്ല. കാരണം എനിക്ക് രാവിലെ സ്കിൻ കെയർ ചെയ്താൽ പിമ്പിൾസ് വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് രാവിലെ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. പുറത്ത് പോകുന്നെങ്കിൽ ഇടാം, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ കുറേയധികം ക്രീമൊന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് പറ്റുന്നത് എന്താ, അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ മാത്രമാണ്. രണ്ടാമത് എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആയുർവേദ ഫേസ് പാക്കാണ്. എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ യൂസ് ചെയ്യുന്ന, എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന 2 ഫേസ് പാക്ക്. ഒന്ന് നവര ഫേസ് പാക്ക്, എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നവര ഫേസ് പാക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ നവര ഫേസ് പാക്ക്. ഞാൻ ഏകദേശം 1.5-2 വർഷത്തോളം യൂസ് ചെയ്ത് നല്ല ചേഞ്ചസ് വന്നൊരു ഫേസ് പാക്ക് ആയിരുന്നു. ഡെയിലി യൂസ് ചെയ്തൊരു സാധനമാണ് നവര കുറുന്തോട്ടി ഫേസ് പാക്ക്. നല്ലൊരു എഫക്റ്റീവായ ഫേസ് പാക്കാണ്. രണ്ടാമത് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഏലാതി ചൂർണം ഫേസ് പാക്ക്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിന്യൂസ് ആവർത്തിച്ച് പറയുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഏലാതി ചൂർണം ഫേസ് പാക്ക്. ഈ 2 ഫേസ് പാക്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. ഇത് 2 എനിക്ക് നല്ല രീതിയിൽ സ്കിൻ കോംപ്ലക്ഷന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ സാധനമാണ് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ. അത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫേസ് അങ്ങനെ പിമ്പിൾസ് വരാത്തൊരു ഫേസാണ്. പക്ഷെ ഒരു സമയം എനിക്ക് ഭയങ്കരത്തിൽ അങ്ങ് പിമ്പിൾസ് വന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര പിമ്പിൾസായി, ഭയങ്കര ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കരത്തിൽ വന്നു. ഞാൻ ഭയങ്കര ഡിപ്രഷനായിട്ടോ. കാരണം എനിക്ക് പിമ്പിൾസ് വരുന്നത് എൻ്റെ ഫേസിൽ എനിക്ക് ഇഷ്ടമേ ഇല്ല. കാരണം ഞാൻ അത്രത്തോളം എൻ്റെ ഫേസ് കൺസേൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡാർക്ക് സ്പോട്ട് മാറുന്നതിന് വേണ്ടി ഞാൻ സാൻഡൽവുഡില്ലേ നമ്മുടെ ചന്ദനത്തിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അരച്ച് ഞാൻ തേച്ചിരുന്നു. നമ്മൾ ഈ ആയുർവേദ ഷോപ്പിലൊക്കെ പോയാൽ എനിക്ക് അറിയുന്ന ഒരു ആളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ പൊടി കിട്ടുന്നതൊക്കെ അത്ര നാച്ചുറൽ ആയിരിക്കില്ല. നല്ലതെന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. എൻ്റെ സ്റ്റിക്ക് തീർന്നു പോയി, ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ സംഭവമാണ്. നല്ല രീതിക്ക് എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ അതിന് മാറി. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ വെള്ളം നല്ലോണം കുടിക്കുക. അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വെള്ളം നല്ലോണം കുടിക്കാൻ നമ്മുടെ ഫേസിൽ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് കുറയും. നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ സ്ട്രെസ് അടിക്കുന്ന ഒരാളല്ല. കാരണം എനിക്ക് നല്ലൊരു ലവബിളായ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് എനിക്ക് സ്ട്രെസ് അടിക്കേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് അബ്രോഡാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ഡീൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ വന്നാൽ ഞാൻ സ്ട്രെസ് അടിക്കാറുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരത്തിൽ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഈ സ്ട്രെസ് അടിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫേസ് എന്താണെന്ന് വെച്ചാൽ ഡള്ളാവും. സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. ഫേസ് നല്ലപോലെ ഡള്ളാവും, പിമ്പിൾസ് വരും. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ സ്കിൻ അങ്ങനെ ഭയങ്കര ടാൻഡും ഡൾ സ്കിന്നായിരുന്നത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ നല്ല രീതിക്ക് ചേഞ്ച് ചെയ്തത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. നമ്മുടെ പാർട്ട്ണർ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അത് നമ്മുടെ ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കാര്യത്തിലും അത് 100% സത്യമാണ്. എനിക്ക് 2 കുട്ടികളാണ്. അപ്പോൾ ഞാൻ എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്ത ഒരാളാണ്. അത് എൻ്റെ സ്കിന്നിൽ നല്ലപോലെ എഫക്റ്റ് ആയിട്ട്. പണ്ടുള്ളവരൊക്കെ പറയും നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവുമെന്ന് പറയാറുണ്ട്. നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആവുമെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ ഇരട്ടി ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു സംഭവമാണ് ഐസ് പാക്ക്. ഭയങ്കര എഫക്റ്റീവായ ഒരു സാധനം കേട്ടോ ഐസ് പാക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐസ് പാക്ക്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ടവലൊന്നും ആവും, ആരും യൂസ് ചെയ്യാത്ത ടവലായിരിക്കണം, പുതിയൊരു കോട്ടൺ ടവൽ എടുക്കുക, വൈറ്റ് കളർ ടവൽ എടുക്കുക. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഐസ് അപ്ലൈ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോട്ടൺ ടവൽ ഐസ് ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂലേ ഐസ്, അതിട്ട് നമ്മൾ ഞാൻ എപ്പോഴും വൈകുന്നേരം എന്ത് ചെയ്യും, അത് ഇട്ട് മെല്ലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. കുറച്ച് നേരം
ഒരു 5-10 മിനിറ്റൊക്കെ ഞാൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. കുട്ടികളടുത്ത് കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതെനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ചെയ്താൽ പിറ്റേ ദിവസം പിമ്പിൾസ് താന്ന പോലെ ആയിട്ട് തോന്നാറുണ്ട്. ഞാനിത് കുറേ വർഷമായിട്ട് ചെയ്യുന്നത്, ഞാൻ കണ്ടിന്യൂസ് എൻ്റെ ഒരു റുട്ടീൻ ബേസിസ് പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഐസ് പാക്ക് എന്ന് പറയുന്നത്. അതെനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നീട് ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് 2 ജ്യൂസാണ് കേട്ടോ. ഞാൻ കുറേ വർഷമായിട്ട് കുടിക്കുന്ന ഒരു 2 ജ്യൂസാണ്. ഒന്നെന്ന് പറയുന്നത് നെല്ലിക്ക ജ്യൂസ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന, രണ്ടും ഒന്നിച്ച് കുടിക്കേണ്ട. അപ്പോൾ കറൻ്റ്ലി കുടിക്കുന്ന ഒരു ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ്. ഒന്നും വേണ്ട, നെല്ലിക്ക മാത്രം മതി. നെല്ലിക്കയും വെള്ളവും, നെല്ലിക്ക മുറിച്ചിട്ട് വെള്ളം ഇതാക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാം, കുടിക്കാം. അരിച്ച് വേണം കുടിക്കാൻ കേട്ടോ. ഇത് ഭയങ്കര നല്ല രീതിയിൽ എഫക്റ്റീവാണ് കേട്ടോ. സ്കിന്നിനും ഹെയറിനും ബെനിഫിറ്റ് ആയ ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. വിറ്റാമിൻ സി റിച്ച് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഡെയിലി കുടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയാം. കാരണം ചിലവർ പറയും കിഡ്നിയിൽ സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ ജ്യൂസാണ് ABC ജ്യൂസ് എന്ന് പറയുന്നത്. ഞാൻ കുറേ ആയിട്ട് കുടിച്ചുകൊണ്ടിരുന്ന സംഭവം ABC ജ്യൂസ്. ഇപ്പം ഞാൻ നിർത്തിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഞാൻ നെല്ലിക്ക ജ്യൂസാണ് കുടിക്കുന്നത്. ABC ജ്യൂസിൽ വേണ്ട. ഞാൻ ബീട്രൂട്ട് ക്യാരറ്റ് ഇട്ടിട്ട് കുറച്ച് മതി കേട്ടോ. ചെറിയൊരു ബീട്രൂട്ട് ചെറിയൊരു ക്യാരറ്റ് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം കൂട്ടിയിട്ട് മിക്സിയിൽ അടിച്ച് അരിപ്പയിൽ അരിച്ച് കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ്സിൽ എത്രയോളം, ഒരു ഗ്ലാസ് മൊത്തം കിട്ടുന്ന പോലെ വെള്ളം അതിൽ കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഗ്ലോ ചെയ്യുന്നുണ്ട്, കോംപ്ലക്ഷൻ കൂടുന്നുണ്ട്. സത്യമായ ഒരു കാര്യമാണ്. ഇത് രണ്ടും കുടിക്കുമ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കുടിക്കാൻ ശ്രമിക്കുക. കാരണം കുറേ ആൾ പറയുന്നത് കേട്ടു കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണമുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആവും കേട്ടോ. ഇതൊക്കെ ജെന്യൂൻ റിവ്യൂ ആണ്, ഞാൻ കള്ളം പറയുന്നതല്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ കണ്ടോ, ഞാൻ ഈ ബുക്കിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ഓർമ്മിച്ച് എഴുതി വെച്ച സംഭവങ്ങളാണ്. ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ ഇതുവരെ എൻ്റെ ഫേസ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതുവരെ എൻ്റെ ഫേസിൽ ഒരു തരത്തിലുള്ള ഫേഷ്യലോ ക്ലീനപ്പോ എന്താ പറയുക വേറെന്താ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാതെ ഇരിക്കുക. അതാണ് മെയിൻ. കാരണമില്ലേ, നമ്മൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താവും, നമ്മുടെ ഫേസ് ഭയങ്കര ഏജിങ് ആയിട്ട് തോന്നും. ഇത് അതിൻ്റെ ഒരു വാലിഡിറ്റി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്താൽ അത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് എന്താവും, ഭയങ്കരത്തിൽ അങ്ങ് ഡള്ളായി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ചെയ്യാൻ പോകും. ഇങ്ങനെ ചെയ്ത് നമ്മുടെ സ്കിന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു തരത്തിലുള്ള ഫേഷ്യലോ ട്രീറ്റ്മെൻറ്റോ ചെയ്യാതിരിക്കുക. നമുക്കൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബട്ട് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നതോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ ഇതൊരു ചെയ്തിട്ടില്ല. കാരണം ഞാൻ ആകെ ചെയ്തത് കല്യാണത്തിന് ഒരു ഫേഷ്യൽ ചെയ്തതാണ്. അന്നത്തോടെ ഞാൻ നിർത്തി. കാരണം എന്ന് വെച്ചാൽ ഫേഷ്യൽ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഫേസ് മൊത്തം പിമ്പിൾസ് വന്ന് ഫേസ് കറുത്ത് ഒരു വകയായിട്ടോ. പിന്നെ അന്ന് ഞാൻ വിചാരിച്ചാൽ ഫേഷ്യൽ ചെയ്തേ കൂടെ. ഞാൻ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. മേക്കപ്പ് ഞാൻ തന്നെ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യും. കാരണം എനിക്ക് വേണ്ട പ്രൊഡക്ട്സും കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് തന്നെ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരാളാണ്. ഫേസ് നല്ല രീതിയിൽ കെയർ ചെയ്യാം. നമ്മളൊരു കുഞ്ഞുങ്ങളെ നോക്കൂലേ, അതുപോലെ തന്നെ നമ്മൾ ഫേസിനെ നോക്കണം. ഞാൻ അതുപോലെ തന്നെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ ഒരു തരത്തിലുള്ള പിമ്പിൾസോ ഡാർക്ക് സ്പോട്ട്സോ വരാത്തത്. ഞാൻ ഫേസ് അത്ര ഒരു എന്താ പറയുക, നമ്മളൊരു ബേബീനെ പോലെ നോക്കാം. ഫേസ് നന്നായി ഇടയ്ക്കിടെ ഫേസ് കഴുകാം, ഐസ് പാക്ക് ഇടാം, ഫേസ് പാക്ക് ഇടാം. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഇത് കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. 2 ദിവസം ചെയ്ത് നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ഡെയിലി റുട്ടീൻ ബേസിസിൽ ചെയ്യാം. സമയമില്ല എന്ന് പറയുന്നവരോട് സമയം നമ്മൾ കണ്ടെത്താൻ നോക്കാം. ഇപ്പം എനിക്ക് തന്നെ 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളെയും വെച്ചിട്ടാണ് എൻ്റെ സ്കിൻ റുട്ടീനൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സമയം നമ്മളെ തേടി വരില്ല, നമ്മൾ അങ്ങോട്ടേക്ക് സമയം കണ്ടുപിടിക്കണം. സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. കഴിവതും വെയിലത്ത് ഇറങ്ങാതിരിക്കുക. ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വൈകുന്നേരം ചെയ്യാൻ ശ്രമിക്കുക, രാവിലെ ചെയ്യാൻ ശ്രമിക്കുക, വൈകുന്നേരം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ സ്കിന്ന് ചേഞ്ച് ആവാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്